Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good Good afternoon, afternoon. ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. HRMന്റെ സെക്കൻഡ് ക്ലാസ് ആണല്ലേ ഇത് നിങ്ങളുടെ ഫസ്റ്റ് ക്ലാസ് നിഷാമേം എടുത്തില്ലേ? Yes, എടുത്തു. ഓക്കെ, ടീച്ചർ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞു തന്നില്ലേ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ്? പറഞ്ഞു തന്നിട്ടില്ലേ? പറഞ്ഞു ക്ലാസ് തുടങ്ങി സൗണ്ട് ഇല്ല, കേൾക്കുന്നില്ല ഇപ്പോ? ഓക്കെ ആണോ? കേൾക്കുന്നുണ്ടോ മാം? കേൾക്കുന്നുണ്ട്. ഓക്കെ, മിസ് ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ചാപ്റ്റർ തുടങ്ങി കഴിയുമ്പോൾ മിസ് ഓൺ മ്യൂട്ട് കൊടുക്കും കേട്ടോ. എന്താന്ന് വെച്ചാല് റെക്കോർഡഡ് ക്ലാസ് കേൾക്കുന്ന കുട്ടികളുണ്ടാവും, സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ ഈ ഇന്ററാക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് വരും. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുമല്ലോ റെക്കോർഡഡ് ക്ലാസ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഇന്ററാക്ഷൻ വരുമ്പോൾ എന്ത് ഡിസ്റ്റർബൻസ് ഉണ്ടാവും ക്ലാസ് കാണുന്ന സമയത്ത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഓൺ മ്യൂട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് ക്ലാസ് കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മുമ്പ് മിസ് സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനായിട്ട് ടൈം തരും കേട്ടോ. അതല്ല മിസ് ക്ലാസ് എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നത് പോലെ മിസ് ആ ഒരു സെക്ഷൻ ഒന്നുകൂടി പറഞ്ഞു തരൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ് ഒന്നുകൂടി ഒന്നുകൂടി റിവൈസ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. രണ്ടാമത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ അല്ലേ? സൗണ്ട് കുറവാണ്. ഓക്കെ മാം. ഓക്കെ, നോക്കട്ടെ കേട്ടോ മിസ് ചെക്ക് ചെയ്യട്ടെ. ഒരു മിനിറ്റ്. സൗണ്ട് കുറവാണെന്ന് പറഞ്ഞില്ലേ? മൊബൈലാണ് ക്ലാസ് കാണുന്നത്, ഡിവൈസില് സൗണ്ട് കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് നോക്കിയേ, ബാക്കി എല്ലാവർക്കും സൗണ്ട് ഓക്കെ അല്ലേ മിസ് പറയുന്നത്? Yes, ma'am. ഓക്കെ. മിസ്സിന്റെ പേര് വാഹിദ എന്നാണ് കേട്ടോ. പരിചയപ്പെടണ്ടേ? ഫസ്റ്റ് ക്ലാസ് അല്ലേ? മിസ്സിന്റെ പേര് വാഹിദ എന്നാണ് കേട്ടോ. മിസ് എടുക്കുന്നത് നിങ്ങൾക്ക് തേർഡ് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് മിസ് എടുക്കുന്നത്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്നുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ അല്ലേ? ഇത് മിസ് ക്ലാസ് എടുക്കുമ്പോൾ എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലും അപ്പൊ തന്നെ ക്ലിയർ ചെയ്ത് നമുക്ക് പോവാം കേട്ടോ. കണ്ടിന്യൂ ചെയ്ത് പോവാം. ഓക്കെ, മിസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നലെ എത്ര പേരുണ്ടായി? സ്ട്രെങ്ത് എത്ര ഉണ്ടായിരുന്നു? കേറുന്നുണ്ടോ? ഇനി ജോയിൻ ചെയ്യുന്നുണ്ടോ സ്റ്റുഡൻസ്? ഓക്കെ, മിസ് ക്ലാസ് തുടങ്ങാം. Okay. Chapter 3,
ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. ട്രെയിനിങ് അല്ലെ, പരിശീലനം എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനിൽ നമുക്ക് ട്രെയിനിങ് കൊടുക്കുന്ന സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അറിയാമോ? ട്രെയിനിങ്, പരിശീലനം അല്ലെ. ഗുഡ് സർവീസുകൾ എന്താണ്? അവരുടെ സ്കിൽസ്, അവരുടെ എബിലിറ്റി ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, അവർ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ ജോബ് അവർക്ക് ഏറ്റവും ബെറ്റർ ആയി, ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ, സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മാത്രമാണോ നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നത് ഒരു ഒരു സ്ഥാപനത്തില്? ആണോ? അല്ല അല്ലെ. എന്താണ്? അവിടെ നിലവിലുള്ള അല്ലെ, നിലവിലുള്ള സ്റ്റാഫുകൾക്കും ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട് അല്ലെ. എന്താണ്? നമുക്കറിയാം ഓരോ സമയത്തും ഓരോ വർഷം ചെല്ലും തോറും അല്ലെ എന്താണ് ടെക്നിക്കലി ആയിട്ടും അല്ലെ എന്താണ് മാറ്റങ്ങൾ വരെയാണ് അല്ലെ. അല്ലെ പണ്ട് നമ്മ കണക്കുകള് ഇപ്പൊ അക്കൗണ്ട്സ് ഒക്കെ രേഖപ്പെടുത്തിയിരുന്നത് കമ്പ്യൂട്ടറിലാണോ സിസ്റ്റത്തിലാണോ? ആണോ? അല്ല അല്ലെ. എന്താണ് നമ്മ ബുക്കുകളിൽ അല്ലെ അതിനുള്ള റെക്കോർഡുകളിലേക്കാണ് എഴുതി രേഖപ്പെടുത്താണ് അല്ലെ ചെയ്തിരുന്നത്. മാനുവൽ ആയിട്ട് നമ്മ വരവ് ചെലവ് കണക്കുകൾ എഴുതി രേഖപ്പെടുത്തും. ഇന്ന് ആ സമയത്ത് അങ്ങനെയാണോ ചെയ്യുന്നത്? അല്ല അല്ലെ. എന്ത് ചെയ്യും? നമ്മ എന്ത് ചെയ്യും? സിസ്റ്റത്തിൽ അല്ലെ എൻറ്റർ ചെയ്ത് കയറ്റുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ എന്താണ് അതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണ്ടേ? ഒരു സിസ്റ്റം എങ്ങനെ യൂസ് ചെയ്യാം അല്ലെ, അതിൽ ഏതൊക്കെ രീതിയിൽ അവർക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ, കാര്യങ്ങൾ എൻറ്റർ ചെയ്യാൻ സാധിക്കും. വരവ് ചെലവ് കണക്കുകൾ എവിടെയാണ് രേഖപ്പെടുത്തേണ്ടത് എന്നൊക്കെ അവർക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? പുതിയൊരു സിസ്റ്റം കൊണ്ടുവരുമ്പോൾ, അപ്രോച്ച് കൊണ്ടുവരുമ്പോൾ വേണം അല്ലെ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നിലവിലുള്ള സ്റ്റാഫുകൾക്കും ട്രെയിനിങ്ങുകൾ കൊടുക്കാറുണ്ട് അല്ലെ. അവരുടെ പെർഫോമൻസിൽ എന്തെങ്കിലും എന്താണ് പോരായ്മകൾ ഉണ്ട് അല്ലെ, എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്ക് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ട് എന്ന് തോന്നിയാലും ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ടല്ലോ. ഉണ്ട്. അപ്പൊ ഒരു ഏകദേശം റെഡിയില്ലേ? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ മിസ് പറഞ്ഞതും ഈ ചാപ്റ്ററിൽ പറയുന്നത്. മിസ് തുടങ്ങിയാണ് കൺസെപ്റ്റ് ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് ട്രെയിനിങ്. ഒരു ട്രെയിനിങ്ങിന്റെ ആശയം അല്ലെ, കൺസെപ്റ്റും അതുകൊണ്ടുള്ള പ്രാധാന്യം എന്താണ്? ഫസ്റ്റ് പറയുന്നത് ട്രെയിനിങ് ഈസ് എൻ ഓർഗനൈസ്ഡ് ആക്ടിവിറ്റി for increasing the knowledge and skills of people for a definite purpose അല്ലെ. ഒരു നിശ്ചിത ലക്ഷ്യത്തിനായി, ഒരു ഡെഫിനിറ്റ് പർപ്പസിനായി അവിടെ വർക്ക് ചെയ്യുന്ന പീപ്പിൾസ്, അതായത് എംപ്ലോയീസിന്റെ നോളജും അറിവും അവരുടെ സ്കിൽ അല്ലെ കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു അപ്രോച്ച് അല്ലെ, ഒരു ആക്ടിവിറ്റിയാണ് ട്രെയിനിങ് അല്ലെ. പരിശീലനം കൊടുക്കുന്നതിലൂടെ അവരുടെ കഴിവുകളും നോളജും അവരുടെ എന്താണ് സ്കിൽസും അല്ലേ വർദ്ധിക്കുന്നത് ആണല്ലേ. അപ്പൊ എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത്? ഒരു പെർട്ടിക്കുലർ ഒരു ഡെഫിനിറ്റ് പർപ്പസിനായി അവിടുത്തെ എംപ്ലോയീസ് പീപ്പിൾസിന്റെ അറിവും അവരുടെ കഴിവുകളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു ആക്ടിവിറ്റി, ഒരു ഓർഗനൈസ്ഡ് ആക്ടിവിറ്റിയാണ് ട്രെയിനിങ്. ഓക്കെ ആണോ? ഫസ്റ്റ് സെന്റൻസ്. നെക്സ്റ്റ് പറയുന്നത് it is also known as the act of increasing the knowledge and skills of an employee for doing a particular job അല്ലെ. എന്താണ്? ഒരു പ്രത്യേക ജോലി ചെയ്യുന്നതിന് വേണ്ടി, ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിന് വേണ്ടി ആ ഒരു എംപ്ലോയീസിന്റെ അല്ലെ, അവിടെ വർക്ക് ചെയ്യുന്ന ആ ജീവനക്കാരുടെ എന്താണ് നോളജും അറിവും സ്കില്ലും ഇൻക്രീസ് ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെയും നമുക്ക് എന്ത് പറയാം? ട്രെയിനിങ് എന്ന് പറയാം. ട്രെയിനിങ് എന്ന് പറയാം അല്ലെ.
അപ്പൊ എന്താണ് ഒരു പെർട്ടിക്കുലർ ജോബ്, ഒരു നിശ്ചിത ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള, ഇപ്പൊ ചിലവർക്ക് എന്തിലായിരിക്കും ട്രെയിനിങ് കിട്ടുന്നത്? ഫിനാൻസ് സെക്ഷനിലായിരിക്കും അല്ലേ? ചിലർക്ക് ഫിനാൻസ് സെക്ഷനിൽ പുതിയ പുതിയ എന്ത് കൊണ്ടുവരാം? സോഫ്റ്റ്വെയർസ് കൊണ്ടുവരും അല്ലേ? സോഫ്റ്റ്വെയർസ് ഒക്കെ ആഡ് ചെയ്യും അല്ലേ? അപ്പൊ സോഫ്റ്റ്വെയർസിനെ കുറിച്ചായിരിക്കും. ചിലർക്ക് എന്താണ്, അവര് വല്ല മാനുഫാക്ചറിങ് സെക്ഷനിലായിരിക്കും വർക്ക് ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവർക്ക് എന്തിനെ കുറിച്ചായിരിക്കും ട്രെയിനിങ് കിട്ടുന്നത്? ആ മാനുഫാക്ചറിങ്ങിന് ഉപയോഗിക്കുന്ന പുതിയ എക്യുപ്മെന്റ്സുകളെ കുറിച്ചാകാം അല്ലെ? അല്ലെങ്കിൽ പുതുതായി കൊണ്ടുവരുന്ന പ്രോഡക്ട്സുകളെ കുറിച്ചാകാം, അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ കുറിച്ചാകാം അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് അല്ലെ? അപ്പൊ അവര് വർക്ക് ചെയ്യുന്ന ആ പെർട്ടിക്കുലർ ജോബ്, ആ നിശ്ചിത ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അവരുടെ നോളജും അവരുടെ സ്കില്ലുകളും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന ഒരു പ്രവർത്തനമാണ് പരിശീലനം അല്ലെങ്കിൽ ട്രെയിനിങ്. ഓക്കെയാണോ? ആ ഒരു പാരഗ്രാഫ് ഓക്കെയാണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് എടുക്കാലോ മിസ്? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, കണ്ടിന്യൂ ചെയ്യാലോ? Training enables the employee to get acquainted with the job and also increase their aptitude and skills and knowledge. ഒരു എംപ്ലോയീസിന് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർക്ക് ഇൻക്രീസ് ചെയ്യുന്നത്? അവർക്ക് ആ ജോലിയെ പരിചയപ്പെടാൻ സാധിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ നമ്മൾ പുതുതായി ഒരു സ്റ്റാഫിനെ നമ്മളുടെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കാറില്ലേ? ഒരു പുതിയൊരു സ്റ്റാഫിനെ നമ്മളവിടെ റിക്രൂട്ട് ചെയ്യുമ്പോൾ കൊടുക്കാറുണ്ടോ? അപ്പൊ അവർക്ക് എന്താണ്, ആ ഒരു ജോലിയെ പരിചയപ്പെടാനാണ് അല്ലെ നമ്മൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്? ആണോ? അല്ലെ? അപ്പൊ എന്താണ്, ആ ജോലിയെ പരിചയപ്പെടാനും അല്ലെ, പിന്നെ അവരുടെ അഭിരുചികൾ അല്ലെ, അവരുടെ ആപ്റ്റിറ്റ്യൂഡും അവരുടെ സ്കിൽസുകളും വർദ്ധിപ്പിക്കാൻ വേണ്ടിയും, ആപ്റ്റിറ്റ്യൂഡ് അവരുടെ കഴിവുകളും അവരുടെ എന്താണ് സ്കിൽസും അവരുടെ അറിവും വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്? ട്രെയിനിങ്ങിന് സാധിക്കുന്നുണ്ട് അല്ലെ? ജോലിയെ പരിചയപ്പെടാനും എംപ്ലോയീസിന്റെ അഭിരുചിയും അവരുടെ കഴിവും അവരുടെ അറിവും വർദ്ധിപ്പിക്കാനായും എന്താണ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ സാധിക്കുന്നു. ഓക്കെയാണോ? It makes newly recruited employees fully productive in the minimum of time. അല്ലെ? നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്ന ഒരു പുതിയതായിട്ടുള്ള സ്റ്റാഫുകള് ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ഫുള്ളി പ്രൊഡക്റ്റീവ് ആക്കാൻ സാധിക്കുന്നുണ്ടോ? അവരെ കൊണ്ടുള്ള ആ ഒരു ഉൽപാദനക്ഷമത നമുക്ക് മാക്സിമം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നില്ലേ ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ? എങ്ങനെ വർക്ക് ചെയ്യണം അല്ലെ? അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു 3 ദിവസം ഒരു ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ സാധിക്കുന്നില്ലേ? ക്ലിയർ ആയോ? നമ്മൾ പുതുതായി ഒരു സ്റ്റാഫിനെ കൊണ്ടുവരുമ്പോൾ അല്ലെ, ഒരു സ്റ്റാഫിനെ അപ്പോയിന്റ്മെന്റ് ചെയ്യുമ്പോൾ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ, ആ ഒരു ചെറിയ ട്രെയിനിങ് പീരീഡിനുള്ളിൽ അവരുടെ പ്രൊഡക്ടിവിറ്റി ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായി സാധിക്കുന്നു. നെക്സ്റ്റ്, ഈവൻ ഫോർ ദി ഓൾഡ് വർക്കേഴ്സ് നമ്മൾ പറഞ്ഞു അല്ലെ, പുതിയ സ്റ്റാഫിന് മാത്രമല്ല നിലവിൽ അവിടെ എക്സിസ്റ്റിംഗ് ഉള്ള സ്റ്റാഫുകൾക്ക് നമ്മൾ ട്രെയിനിങ് കൊടുക്കാറുണ്ട് അല്ലേ? അപ്പൊ എന്താണ്, ഓൾഡ് വർക്കേഴ്സ് it is essential to refresh them and to enable them to continue with the new methods and techniques as well as new machines and equipment for doing the work. അല്ലേ? എന്താണ്, നമുക്ക് പഴയ സ്റ്റാഫുകൾക്ക് ഓൾഡ് വർക്കേഴ്സിനെ എന്താണ് അവരൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കണമല്ലോ. പുതുതായി ടെക്നിക്സുകൾ അല്ലെങ്കിൽ എന്താണ് പറഞ്ഞു മെത്തേഡുകൾ ടെക്നിക്സുകൾ വരുന്നതിനനുസരിച്ച് അവർ നമ്മളൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കണം അല്ലേ? അവരിലും കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ? ആ പുതിയ എക്യുപ്മെന്റുകൾ യൂസ് ചെയ്യാൻ അല്ലെ, പുതിയ മെഷീനറീസ് യൂസ് ചെയ്യാനായിട്ട് അവരെയും കൂടി നമ്മൊന്ന് പര്യാപ്തമാക്കി എടുക്കണ്ടേ?
അപ്പൊ എന്താണ് ഓൾഡ് വർക്കേഴ്സിന് അല്ലെ നിലവിലുള്ള അവിടെ വർക്ക് ചെയ്യുന്ന പഴയ സ്റ്റാഫുകൾക്ക് അവരൊന്ന് റീഫ്രഷ് ചെയ്തെടുക്കാനും പിന്നെ എന്താണ് കൊണ്ടുവരുന്ന പുതിയ മെത്തേഡ്സുകള് ടെക്നിക്സുകള് അവർക്ക് ഉപയോഗിക്കാനും പുതിയ മെഷീനറീസ് എക്യുപ്മെന്റ് എങ്ങനെ അത് യൂസ് ചെയ്യണമെന്ന് അല്ലെ ഡൂയിങ് ദ വർക്ക് എങ്ങനെ അത് വർക്ക് ചെയ്യണമെന്ന് അവരെ മനസ്സിലാക്കിയെടുക്കാനും ഈ ട്രെയിനിങ്ങിലൂടെ സാധിക്കുന്നു. ഓക്കെ ആണോ? സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ട്രെയിനിങ് ഈസ് നോട്ട് എ വൺ സ്റ്റെപ്പ് പ്രോസസ്. നമുക്ക് ഒരു സ്റ്റെപ്പിലൂടെ മാത്രം ട്രെയിനിങ് നിർത്താൻ സാധിക്കോ, സ്റ്റോപ്പ് ചെയ്യാൻ സാധിക്കോ? ഇപ്പൊ നമ്മൊരു കമ്പനിയില ഒരു ജോയിൻ ചെയ്ത് അപ്പൊ നമുക്ക് ആ കിട്ടുന്ന ഒരു ഫസ്റ്റത്തെ ആ ട്രെയിനിങ്ങിൽ മാത്രം ആ ഒരു ട്രെയിനിങ് അവസാനിച്ചോ? ഇല്ല അല്ലേ? അതെന്താണ്, ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലേ? നമ്മൾ വർക്ക് ചെയ്യുന്ന കാലത്തോളം അതെന്താണ്, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ്. അപ്പൊ എന്താണ്, സോ ട്രെയിനിങ് ഈസ് നോട്ട് എ വൺ സ്റ്റെപ്പ് പ്രോസസ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റെപ്പിലൂടെ കഴിയുക അവസാനിക്കുന്ന ഒരു പ്രക്രിയ അല്ല, ഒരു പ്രോസസ് അല്ല. ബട്ട് ഇറ്റ് ഈസ് എ കണ്ടിന്യൂസ് ഓർ നെവർ എൻഡിങ് പ്രോസസ് ബിക്കോസ് ഇറ്റ് ഇൻക്രീസ് ദ നോളജ് ആൻഡ് സ്കിൽ ഓഫ് new employees in performing their jobs themselves as a refresher for ongoing employees. നമുക്ക് നേരത്തെ ഫസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്യാണ്. ഇതെന്താണ്, ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള അല്ലെങ്കിൽ നെവർ എൻഡിങ്, ഒരിക്കലും അവസാനിക്കാത്ത കണ്ടിന്യൂസ് ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള ഒരു പ്രോസസ് ആണ്. ബിക്കോസ് എന്തുകൊണ്ടെന്നാൽ എന്താണ്, ഇതെന്ത് ചെയ്യുന്നുണ്ട്, പുതിയ സ്റ്റാഫുകൾക്ക് അവരുടെ നോളജും അല്ലെ അവരുടെ അറിവും അവരുടെ കഴിവുകളും വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും പഴയ സ്റ്റാഫുകളെ നമുക്ക് എന്താണ് ഒന്ന് റീഫ്രഷ് ചെയ്തെടുക്കാം അല്ലെ, പുതിയ ടെക്നോളജീസ് പുതിയ മെത്തേഡ്സുകൾ അല്ലെ പുതിയ എക്യുപ്മെന്റുകൾ പുതിയ മെഷീനറീസ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് അവർക്ക് മനസ്സിലാക്കാനും നമുക്ക് ഈ ട്രെയിനിങ്ങിലൂടെ സാധിക്കുന്നു. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് രണ്ട് ചെറിയ പാരഗ്രാഫ്. ഓക്കെ അല്ല, നെക്സ്റ്റ് എടുത്തോട്ടെ, സിഗ്നിഫിക്കന്റ് എടുത്തോട്ടെ മിസ്. The significant importance of training are, എന്താണ് നമുക്ക് ട്രെയിനിങ് കൊണ്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ്? ഒരു ട്രെയിനിങ് ഒരു സെക്ഷനിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷനിൽ ട്രെയിനിങ് കൊടുക്കുന്നത് കൊണ്ടുള്ള പ്രാധാന്യം എന്താണ് പറയാമോ? വെറുതെ ആണോ ട്രെയിനിങ് കൊടുക്കുന്നത് സ്റ്റാഫുകൾക്ക്, എംപ്ലോയീസിന്? ആണോ? അല്ല. എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? പ്രാധാന്യം എന്താണ്? അതുകൊണ്ടുള്ള സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാം അല്ലെ, അവർ ആ ഒരു കരിയർ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്നുണ്ട് അല്ലെ. അവർ ആ കരിയർ ഡെവലപ്മെന്റ് ചെയ്യാനായിട്ട് വികസിപ്പിക്കാനായിട്ട് ഈ ട്രെയിനിങ്ങിലൂടെ സാധിക്കുന്നില്ലേ? അവർക്ക് മെന്റൽ സപ്പോർട്ട് കൊടുക്കുക അല്ലെ. എന്താണ്, നമ്മൾ ഒരു മെന്റൽ സപ്പോർട്ട് കൊടുത്ത് അവരുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ആക്കുക അല്ലെ, ആ ഒരു എംപ്ലോയീസിന്റെ മാക്സിമം പ്രൊഡക്ടിവിറ്റി ലഭിക്കുക അല്ലെ. പിന്നെന്താണ്, നമുക്കറിയാം വർക്ക് ഫോഴ്സ് അല്ലെ. വർക്ക് ഫോഴ്സ് എന്ന് പറയുന്നത് ബെറ്റർ പെർഫോമൻസ് ഇൻ ദി ജോബ് അല്ലെ, ജോബിൽ അവർക്ക് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. പിന്നെന്താണ്, നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനം ആയിക്കോട്ടെ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, എന്താണ് അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും ഒരേപോലെയാണോ? ഈക്വൽ ആയിട്ടുള്ള മെന്റൽ എബിലിറ്റി, മെന്റൽ സ്റ്റാറ്റസും സ്കില്ലുകളും നോളജുകളും ഉള്ളവരാണോ? അല്ല, ഡൈവേഴ്സിറ്റി ആണ് അല്ലെ. പലരും പല ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. എന്താണ്, ഡൈവേഴ്സിറ്റി ആയിരിക്കും അല്ലെ, വൈവിധ്യമുള്ളവരായിരിക്കും. അപ്പൊ എന്താണ്, ഈ ഒരു വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുക അല്ലെ. അവർക്ക് അവരുടെ കഴിവുകൾക്കനുസരിച്ച് നമ്മൾ ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ അവർ ആ കഴിവ് നമുക്ക് ഇൻക്രീസ് ചെയ്യാലോ, ഡെവലപ്പ് ചെയ്യാലോ. ചിലർക്ക് എന്താണ് ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനായിരിക്കും അല്ലെ കഴിവ് കൂടുതൽ, സ്കില്ല് കൂടുതൽ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെക്ഷനിൽ കുറച്ചും കൂടി ട്രെയിനിങ് കൊടുത്താൽ അവർക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാലോ.
ചിലർക്ക് എന്താണ് പുതിയ ടെക്നിക്സുകൾ അപ്ലൈ ചെയ്യാനായിരിക്കും അല്ലെ. മാനുഫാക്ചറിങ് സെക്ഷനിലോ നിങ്ങൾ കിങ് ലയേഴ്സോ ഏതൊരു സിനിമ ഉണ്ടല്ലോ ദിലീപിന്റെ പേര് വിട്ടുപോയി, അതിലൊരു പ്രൊഡക്റ്റിന്റെ ഒരു തന്ത്രം പറയുന്നില്ലേ, ആ ഒരു ട്യൂബിന്റെ ഹോളിന്റെ വലിപ്പം കൂട്ടിങ്ങാണ്ട് അത് മാക്സിമം അവർക്ക് ആ ഒരു പ്രൊഡക്റ്റ് വിറ്റഴിക്കാൻ സാധിക്കുന്ന ഏ വേറെ ആരും കേട്ടിട്ടില്ല സിനിമ? ദിലീപിന്റെ സിനിമയാണ്, മറന്നുപോയി, ലാലൊക്കെ ഉള്ളത്. കിങ് ലയർ കണ്ടിട്ടില്ലോ? ആ ഒരു സീൻ കണ്ടിട്ടുണ്ടോ എല്ലാവരും? അപ്പൊ അതന്നെ അതൊരു തന്ത്ര, കിങ് ലയർ അതൊരു തന്ത്രമല്ലേ. ദിലീപ് ആ ഒരു ബിസിനസ് വളർത്തിയെടുക്കാൻ വേണ്ടി മാർക്കറ്റിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് അല്ലെ. അപ്പൊ ചിലർക്ക് എന്തറിയാം ബിസിനസ്സിൽ പല സ്ട്രാറ്റജീസ് കൊണ്ടുവരാൻ സാധിക്കും അല്ലെ. അവർ ആ പ്രൊഡക്റ്റ് വിറ്റഴിക്കുന്നതിന് വേണ്ടി പല സ്ട്രാറ്റജീസും കൊണ്ടുവരാം. അപ്പൊ അവർക്ക് അതിനനുസരിച്ചുള്ള ട്രെയിനിങ് അല്ലേ കൊടുക്കേണ്ടത്? അപ്പൊ എന്താണ് വർക്ക് ഫോഴ്സിലെ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ട്രെയിനിങ് കൊടുക്കാലോ. പിന്നെന്താണ് നെക്സ്റ്റ് എന്താണ്? ഇത്രയുള്ളോ? നോക്കാം മിസ് എടുക്കാം കേട്ടോ, ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് ന്യൂ ടെക്നിക്കുകളെ കുറിച്ച് അപ്ഡേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, സ്റ്റാഫുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി, അതിനുള്ള ഒരു നോളജ് കൊടുക്കാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നോക്കിയേ, ഇറ്റ് ഈസ് എ ഇൻവെസ്റ്റ്മെന്റ്. ഇതെന്താണ്? ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ, നിക്ഷേപമാണ്. എന്തിനു വേണ്ടിയുള്ള ഒരു നിക്ഷേപം? ഇൻ HR വിത്ത് എ പ്രോമിസ് ഓഫ് ബെറ്റർ റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ. എന്താണ്? ഭാവിയിൽ മികച്ച വരുമാനം വാഗ്ദാനം ചെയ്യുന്ന HR-ന്റെ നിക്ഷേപമാണ് അല്ലെ. HR എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാഫുകളെ റിക്രൂട്ട് ചെയ്യുന്നത്, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് HR അല്ലേ. HR സെക്ഷൻ ആണ് അല്ലെ, എംപ്ലോയീസിനെ തെരഞ്ഞെടുക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു HR-ന്റെ എന്താണ് നിക്ഷേപം അല്ലെ, അത് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു എംപ്ലോയി നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമല്ലേ അവിടുത്തെ നിക്ഷേപം വർദ്ധിക്കുള്ളൂ, ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിക്കുള്ളൂ. അവര് മാക്സിമം അല്ലെ, മാക്സിമം എഫേർട്ട് എടുക്കുക, മാക്സിമം വർക്ക് ചെയ്താൽ മാത്രമാണ് അല്ലെ ആ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു ബിസിനസിന്റെ നിക്ഷേപം ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുള്ളൂ. ആണോ? അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെന്റ് ഇൻ HR. ഇത് HR-ന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഒരു നിക്ഷേപമാണ്. വിത്ത് എ പ്രോമിസ് ഓഫ് ബെറ്റർ റിട്ടേൺസ് ഇൻ ഫ്യൂച്ചർ അല്ലെ, ഭാവിയില് മികച്ച വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ HR-ന്റെ ഒരു നിക്ഷേപമാണ് അല്ലെ. നമ്മുടെ സ്റ്റാഫുകള് നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ ഭാവിയിൽ നമുക്ക് എന്താണ്? പ്രോഫിറ്റ് ലഭിക്കോ? പ്രോഫിറ്റ് ലഭിക്കുക, ആ ഒരു കമ്പനിക്ക് പ്രോഫിറ്റ് ലഭിക്കും അല്ലെ. അപ്പൊ അതൊക്കെയാണോ? ആ ഒരു പോയിന്റ് ഓക്കെയാണോ? നെക്സ്റ്റ്, റെസ്പോണ്ട് ടു ടെക്നോളജീസ് ചേഞ്ചസ് എഫക്റ്റിംഗ് ദ ജോബ് റിക്രൂട്ട്മെന്റ് അല്ലെ. തൊഴിൽ ആവശ്യകതയെ ബാധിക്കുന്ന എന്താണ്? സാങ്കേതിക മാറ്റങ്ങളോട് അല്ലെ, ടെക്നോളജി ചേഞ്ചസിനോട് റെസ്പോണ്ട് ചെയ്യാൻ. നേരത്തെ ഒരാള് നമുക്ക് മെസ്സേജ് അയച്ചു അല്ലെ, പുതിയ ടെക്നിക്സുകൾ വരുമ്പോൾ നമുക്ക് അതിന് വേണ്ടി റെസ്പോണ്ട് ചെയ്യണ്ടേ. സ്റ്റാഫുകൾ എനിക്കറിയില്ല, എനിക്കൊരു ആ സിസ്റ്റം ഉപയോഗിക്കാൻ അറിയില്ല, അല്ലെങ്കിൽ ആ പുതിയ ടെക്നോളജി ഉപയോഗിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കാൻ പറ്റുമോ? ഇല്ല അല്ലെ. അവർ എന്ത് ചെയ്യണം? അത് പഠിച്ച് അതവര് ചെയ്യണം അല്ലെ, പെർഫോം ചെയ്യണം അല്ലെ. അപ്പൊ എന്താണ്? പുതിയ ടെക്നിക്സുകൾ വരുമ്പോൾ, പുതിയ ടെക്നോളജി ചേഞ്ചസ് വരുമ്പോൾ അതിനെ പ്രതികരിക്കുന്നതിന് വേണ്ടി ഒക്കെയാണോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ പുതിയ ടെക്നിക്സുകളെ കൊണ്ടുവരുമ്പോൾ അവിടെ നിലവിലുള്ള അല്ലെ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കും. അപ്പൊ അവിടെ യൂസ് ചെയ്യാൻ പഠിക്കുമോ? ആ ഓരോ ടെക്നിക്സുകളും ഉപയോഗിക്കാൻ പഠിക്കില്ലേ. അപ്പൊ പുതിയ ടെക്നോളജി ചേഞ്ചസ് വരുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെയാണോ? വോയിസ് ക്ലിയർ അല്ല. ബാക്കി എല്ലാവർക്കും എങ്ങനെയാണ്? സജീബ് ജസ്റ്റ് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ജോയിൻ ചെയ്ത് നോക്കിയേ സജീബ്. ബാക്കി എല്ലാവർക്കും ഓക്കെയാണ്. റേഞ്ച് ഇഷ്യൂസാ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും കേട്ടോ. ഒന്നുകൂടി ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ജോയിൻ ചെയ്ത് നോക്കിയേ.
ഓക്കെ, നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്. ഫസ്റ്റ് 2 പോയിന്റ് നോക്കിയല്ലേ? നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും, റേഞ്ചിന്റെ പ്രോബ്ലം, നെറ്റ്വർക്ക് ഇഷ്യൂസ് എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. ഒന്നുകിൽ റേഞ്ച് കുറവാണെങ്കിൽ റേഞ്ച് ഉള്ളവർക്ക് കൊണ്ട് നീങ്ങി നിന്നിട്ട് ക്ലാസ് കാണും. നെക്സ്റ്റ്, സെർവ്സ് ആസ് ആൻ ഇഫക്റ്റീവ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് അല്ലേ? എന്താണ് നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ ഫലപ്രദമായ ഉറവിടമായി സോഴ്സ് ആയിട്ട് എന്ത് പ്രവർത്തിക്കുന്നു? നമ്മുടെ ട്രെയിനിങ് പ്രവർത്തിക്കുന്നു അല്ലെ? നമ്മൾ പുതുതായി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് മാക്സിമം പ്രൊഡക്ടിവിറ്റി കൊടുക്കണമെങ്കിൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവരതിനനുസരിച്ച് വാർത്തെടുക്കണം അല്ലെ? മോൾഡ് ചെയ്തെടുക്കണ്ടേ? മോൾഡ് ചെയ്തെടുക്കണം. അപ്പൊ അതിനു വേണ്ടി എന്ത് കൊടുക്കണം? അവർക്ക് ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യണം അല്ലെ? ആണോ? ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ എന്താണ്? ഇഫക്റ്റീവ് നമ്മുടെ റിക്രൂട്ട്മെന്റിന്റെ ഫലപ്രദമായ ഒരു ഉറവിടമായിട്ടും എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? ട്രെയിനിങ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ്, സപ്പോർട്ട് കരിയർ ഡെവലപ്മെന്റ് അല്ലെ? നമ്മുടെ സ്റ്റാഫുകൾക്ക് ഒരു കരിയർ ഡെവലപ്മെന്റിന്റെ സപ്പോർട്ടിംഗ് ആയിട്ടും നമ്മുടെ ട്രെയിനിങ് പ്രവർത്തിക്കുന്നില്ലേ? അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, വികസിപ്പിക്കാൻ വേണ്ടിയിട്ടും എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. ഓക്കെ ആണോ? നെക്സ്റ്റ്, ഇപ്പൊ മിസ് നമുക്ക് ബി എഡ് ഒക്കെ പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് 6 month 2 month ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? സ്കൂളുകളിൽ പോയി കണ്ട് നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യണം അല്ലെ? ക്ലാസ് എടുക്കണം. എന്തിനു വേണ്ടിയിട്ടാണത്? പിന്നീട് അവർക്ക് അവിടുന്ന് പഠിച്ചിറങ്ങുമ്പോൾ എന്ത് വരാൻ പാടില്ല? ഒരു പേടി വരാൻ പാടില്ല അല്ലെ? കുട്ടികളെ ഫേസ് ചെയ്യാനായിട്ട്, അവരെ പഠിപ്പിക്കാനായിട്ട് വേണോ? അപ്പൊ അതിനു വേണ്ടി അവർക്കൊരു കരിയർ ഡെവലപ്മെന്റ് അല്ലേ കൊടുക്കുന്നത്? ആ ഒരു ഇന്റേൺഷിപ്പിലൂടെ, ആ ഒരു ട്രെയിനിങ്ങിലൂടെ എന്താണ് കൊടുക്കുന്നത്? അവർക്കൊരു സപ്പോർട്ടിങ്, അവരൊരു കരിയർ ഡെവലപ്മെന്റ് അല്ലേ അവിടെ നടത്തുന്നത്. അപ്പൊ എന്താണ്? കരിയർ ഡെവലപ്മെന്റിന്റെ ഒരു സപ്പോർട്ട് ആയി അല്ലെ, ഒരു സഹായക പ്രവർത്തനമായി ട്രെയിനിങ് പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് അഡാപ്റ്റ് ടു ഇൻക്രീസ് ഡൈവേഴ്സിറ്റി ടു ദി വർക്ക് ഫോഴ്സ്. മിസ് നേരത്തെ പറഞ്ഞു അല്ലെ, നമ്മുടെ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തുള്ള സ്റ്റാഫുകൾക്ക്, അതായത് വർക്ക് ഫോഴ്സ് എംപ്ലോയീസ് സ്റ്റാഫുകൾക്ക് എന്താണ്? ഡൈവേഴ്സിറ്റി ആണ് അല്ലെ, വൈവിധ്യമാണ്. എല്ലാവരും ഒരേപോലെയാണോ? പല എബിലിറ്റീസ് അല്ലെ, ഡിഫറെന്റ് എബിലിറ്റീസ്, ഡിഫറെന്റ് സ്കിൽസ്, ഡിഫറെന്റ് നോളജ് അല്ലെ, ആണോ? അപ്പൊ അവരുടെ ആ ഒരു ഡൈവേഴ്സിറ്റി, ആ ഒരു വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെ, അവരുടെ ആ സ്കിൽ, അവരുടെ ആ നോളജ്, അവരുടെ ആ എബിലിറ്റീസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി. നെക്സ്റ്റ്, റെസ്പോണ്ട് ടു ഓർഗനൈസേഷൻ റീസ്ട്രക്ചർ അല്ലെ? എന്താണ് ഓർഗനൈസേഷൻ റീസ്ട്രക്ചർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? അവിടെ പുതിയ ടെക്നിക്സുകൾ കൊണ്ടുവരാം അല്ലെ, പുതിയ മെത്തേഡ്സുകൾ കൊണ്ടുവരാം, പുതിയ എക്യുപ്മെന്റ്സുകൾ കൊണ്ടുവരാം, പുതിയ മെഷീനറീസ് കൊണ്ടുവരാം അല്ലെ, പല മാറ്റങ്ങളും കൊണ്ടുവരാലോ ഏതൊരു ബിസിനസ് സ്ഥാപനമായാണ് അല്ലെ. അപ്പൊ എന്താണ്? ആ ഒരു ഓർഗനൈസേഷന്റെ റീസ്ട്രക്ചറിങ്ങിനെ അടിസ്ഥാനമാക്കി അല്ലെ, അവരൊരു പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കി എന്ത് ചെയ്യണം? എംപ്ലോയീസ് പ്രവർത്തിക്കേണ്ടേ, റെസ്പോണ്ട് ചെയ്യണ്ടേ, പ്രതികരിക്കണം അല്ലെ. ഏതൊരു പുതിയ മെത്തേഡുകൾ കൊണ്ടുവന്നാലും, പുതിയ ടെക്നിക്സുകൾ കൊണ്ടുവന്നാലും അവരെന്ത് ചെയ്യണം? റെസ്പോണ്ട് ചെയ്യണം അല്ലെ. അവരുടെ ജോലി അവർ ചെയ്യണ്ടേ? അപ്പൊ എന്താണ്? ഓർഗനൈസേഷൻ റീസ്ട്രക്ചറിൽ എംപ്ലോയീസ് റെസ്പോണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ഫുൾഫിൽ എംപ്ലോയി നീഡ് ഫോർ ഗ്രോത്ത്. ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് ആരാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്? ആരാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? അവിടുത്തെ എംപ്ലോയീസ് ആണ് അല്ലെ, ആണോ? അല്ലെ, ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നത്, പണിയെടുക്കുന്നത് ആരാ? എംപ്ലോയീസ് ആണ് അല്ലെ. അപ്പൊ ആ എംപ്ലോയീസിന്റെ നീഡ്സുകള് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, നിറവേറ്റാൻ വേണ്ടിയിട്ടും ട്രെയിനിങ് സഹായിക്കുന്നുണ്ട് അല്ലെ. എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് നമുക്കൊരു ജോലി, നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് നമുക്ക് ബെറ്റർ ആയിട്ട് 100% സക്സസിൽ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം അല്ലെ. നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്കൊരു തൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ വേണം.
അല്ലേ? അപ്പൊ അവര് ആ സാറ്റിസ്ഫാക്ഷൻ അല്ലെ, നമുക്ക് അതെന്ത് ചെയ്യണം, ആ ഒരു ജോലിയെ കുറിച്ച് നമുക്ക് A to Z കാര്യങ്ങൾ അറിയണം അല്ലെ. നമ്മൊരു ഫിനാൻസ് ആണ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ വേറൊരു സെക്ഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ജോലിയെ കുറിച്ച് A to Z കാര്യങ്ങൾ അറിയണോ? അറിയണം അല്ലെ. അപ്പൊ എന്താണ്, ഒരു ഓർഗനൈസേഷന്റെ ഒരു ബിസിനസിന്റെ എന്താണ് വളർച്ചയ്ക്ക് എംപ്ലോയീസിന്റെ നീഡ്സുകൾ അല്ലെ, എംപ്ലോയീസിന്റെ ആവശ്യകതകൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് സഹായിക്കുന്നുണ്ട്. അതായത് എംപ്ലോയീസിന്റെ സാറ്റിസ്ഫാക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ സാധിപ്പിക്കുന്നതിന് വേണ്ടി, നിറവേറ്റുന്നതിന് വേണ്ടി. ഓക്കെയാണോ? സിഗ്നിഫിക്കൻസ്, ഇമ്പോർട്ടൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കൂ, അത്രയും ഭാഗം. ഫസ്റ്റ് ക്ലാസ് ആയിരുന്ന മിസ് ധൃതി പിടിച്ച് ഒരുപാടൊന്നും എടുക്കുന്നില്ല, കുറച്ച് എടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ, ഒരു 2 മിനിറ്റ്, എന്നിട്ട് ബാക്കി മിസ് എടുത്തു പോകാം. എടുക്കുന്നത് ഓക്കെ അല്ലേ? മിസ് എടുക്കുന്നത് ഓക്കെ അല്ലേ? മനസ്സിലാക്കുന്നില്ലേ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വായിച്ചു നോക്കിയേ, എല്ലാവരും വായിച്ചു നോക്കി മക്കളെ. മിസ് എടുത്തത് വരെ, എന്നിട്ട് മിസ് ബാക്കി എടുക്കാം കേട്ടോ. ട്രെയിനിങ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യാം. വായിച്ചു നോക്കിയോ? എടുത്തോട്ടെ ബാക്കി. ഡൗട്ട്സ് വല്ലതുണ്ടോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? മിസ് എടുത്തോട്ടെ നെക്സ്റ്റ്. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ ട്രെയിനിങ് പ്രോസസ്, ട്രെയിനിങ്ങിന്റെ പ്രോസസ് എങ്ങനെയാണ്, പ്രക്രിയ എങ്ങനെയാണ്? The training process consists of a series of steps that is required to be followed systematically to have an efficient training program. അതായത് നമ്മൾ നടത്തുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം, അതായത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനം എന്തായിക്കോട്ടെ, അവര് നടത്തുന്ന ഒരു ട്രെയിനിങ് പ്രോസസ്സ് നല്ല കാര്യക്ഷമമായിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആണ്, ഒരു ട്രെയിനിങ് പ്രോസസ് ആണെന്ന് പറയുന്നതിൽ എന്താണ്, അവർ കുറച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റെപ്പുകൾ പിന്തുടരേണ്ടതുണ്ട്. നമുക്ക് നേരെ ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയോ? അവർ ചെയ്യുന്ന വർക്കുകൾക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ മതിയോ? ഇന്ന വർക്കുകൾ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്താൽ മതിയോ? ഇല്ല അല്ലെ. അതെന്താണ്, കറക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അല്ലെ. ചിലപ്പോ ഡെമോ എടുക്കേണ്ടി വരും അല്ലെ, ഡെമോ കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് നമുക്ക് സൂപ്പർവൈസ് ചെയ്യേണ്ടി വരും അല്ലെ, പല കാര്യങ്ങളും ചെയ്യേണ്ടി വരില്ലേ. അപ്പൊ അവർക്ക് കൊടുക്കുന്ന ചിലപ്പോ ലെക്ചർ മെത്തേഡ് അല്ലെ, ചിലരെന്താണ് അവരെ കൊണ്ട് ചെയ്യിക്കില്ലേ, സൂപ്പർവൈസ് ചെയ്യുള്ളൂ. ആ ഒരു വരുന്ന പുതിയ സ്റ്റാഫുകളോട് കൊണ്ട് ചെയ്യിച്ചിട്ട് അവരുടെ മാനേജർ സൂപ്പർവൈസ് ചെയ്യാണല്ലേ ചെയ്യുന്നത് അല്ലേ. അപ്പൊ എന്താണ് അവർക്ക് കൊടുക്കുന്ന ഒരു എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാം കൂടുതൽ എഫിഷ്യന്റ് ആണ് അല്ലെ, എഫക്റ്റീവ് ആണെന്ന് പറയണമെങ്കിൽ അവർ പിന്തുടരേണ്ട, അവർ ഫോളോ ചെയ്യേണ്ട കുറച്ച് സ്റ്റെപ്പുകൾ ഉണ്ട്. നെക്സ്റ്റ് നോക്കിയത് ട്രെയിനിങ് ഈസ് സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി അല്ലെ. ട്രെയിനിങ് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ആണ് അല്ലെ, എന്ന് വെച്ചാൽ പെർഫോമഡ് ടു എൻഹാൻസ് ദ സ്കിൽസ്
attitude and the behavior of an employee to perform a unique job. അല്ലെ, ഒരു യുണീക്ക് ജോബ്, അതായത് അവർ ചെയ്യുന്ന ആ ഒരു ജോലി. മിസ് പറഞ്ഞു, നമുക്ക് ജോലിക്ക് നമ്മൊരു സ്ഥലത്ത് ഒരു ഫേമിലെ ജോലിക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ജോലി എന്താണെന്ന് പറയാൻ പറ്റുമോ? ചിലവർക്ക് ഫിനാൻസ് ആവാം അല്ലെ, ചിലവർക്ക് ഫിനാൻസ് ആവാം, ചിലവർക്ക് എന്താണ് HR സെക്ഷൻ ആവാം അല്ലെ, HR ഡിപ്പാർട്ട്മെന്റ് ആവാം, ചിലർക്ക് മാനുഫാക്ചറിങ് ആവാം അല്ലെ. അപ്പൊ എന്താണ് അവര് ചെയ്യുന്ന ആ ഒരു യുണീക്ക് ജോബ് അല്ലെ, അവര് ചെയ്യുന്ന ആ ഒരു ജോലി നിർവഹിക്കുന്നതിന് ഒരു ജീവനക്കാരന്റെ കഴിവുകൾ അല്ലെ, അവരുടെ സ്കിൽസ്, അവരുടെ മനോഭാവം അല്ലെ, അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ, എന്താണ് പെരുമാറ്റം, ബിഹേവിയർ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായിട്ട് അവർക്ക് ഈ ഒരു സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ അല്ലെ, ഇതൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട്, എൻഹാൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയാണ് എന്ത്? ട്രെയിനിങ്. ഒരു എംപ്ലോയി ചെയ്യുന്ന, അവർക്ക് ലഭിക്കുന്ന ആ ഒരു ജോലിയുടെ എന്താണ് സ്കിൽസ്, കഴിവുകള്, ട്രെയിനിങ് മാറിപ്പോയിട്ടാ മിസ്, കഴിവുകള്, അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെ, അവരുടെ മനോഭാവം, അവരുടെ പെരുമാറ്റം, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാനായിട്ട്, എൻഹാൻസ് ചെയ്യാനായിട്ട് കിട്ടുന്ന ഒരു പ്രവർത്തനമാണ് ട്രെയിനിങ്. ഓക്കെ ആണോ? The most important training process ആണ് ഏതൊക്കെയാണ്? നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ. എന്താണ് നമ്മുടെ ട്രെയിനിങ് പ്രോസസ്സിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയേ. ഒന്നുകൂടി പറയണം. ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു എംപ്ലോയീസ്, അതായത് അവിടെ വരുന്ന സ്റ്റാഫുകളുടെ എന്താണ് എംപ്ലോയീസിന്റെ അവർക്ക് ആ കിട്ടുന്ന ഒരു ജോലി. ഞാൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും ഒരേപോലെയുള്ള ജോലിയാണോ കിട്ടുന്നത്? ഇപ്പൊ നിങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, HR ഡിപ്പാർട്ട്മെന്റിലെ ജോലിക്ക് വേണ്ടിയിട്ടാണ് അല്ലെ HRM പഠിക്കുന്നത്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങളുടെ ആ ഒരു സെക്ഷനില് എന്താണ് കഴിവുകളും ആറ്റിറ്റ്യൂഡും നിങ്ങളുടെ ബിഹേവിയറും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ലഭിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് ആക്ടിവിറ്റിയാണ് എന്താ? ട്രെയിനിങ്. നിങ്ങൾക്ക് HR ഡിപ്പാർട്ട്മെന്റുമായി ബേസ് ചെയ്തിട്ട് ട്രെയിനിങ് അല്ലേ കിട്ടുന്നത്? അതായിരിക്കോ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിലുള്ള സ്റ്റാഫുകൾക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്തുന്നത്? ആണോ? അല്ലേ? അവർക്ക് ഫിനാൻസുമായി ബന്ധപ്പെട്ട പുതിയ സിസ്റ്റംസ്, പുതിയ സോഫ്റ്റ്വെയർസ് ഒക്കെ ആയിരിക്കും അവരെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ HR-മായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർസും സ്കിൽസുകളൊക്കെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്. ആണോ? അപ്പൊ എന്താണ് നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു യുണീക്ക് ജോബിന്റെ എബിലിറ്റീസും സ്കിൽസും ബിഹേവിയറും വർദ്ധിപ്പിക്കുന്നതിൽ ലഭിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ട്രെയിനിങ്. ഓക്കെ ആയോ? ആരാ ചോദിച്ചത്? ഓക്കെ ആയോ? അപ്പോ സ്മിത ഓക്കെ ആണോ? സ്മിത ബാക്കി എല്ലാവർക്കും പിന്നെ പറയുന്നത് ട്രെയിനിങ് പ്രോസസ്സിൽ ഉൾപ്പെടുത്തേണ്ട പ്രധാന പ്രവർത്തനങ്ങൾ എന്തെല്ലാമാണ് നോക്കിയേ. ഫസ്റ്റ്, ട്രെയിനിങ് പ്രോസസ്സ് നീഡ്സ് അസസ്മെന്റ് അല്ലെ. ആ ഒരു ട്രെയിനിങ് കൊണ്ടുള്ള ആവശ്യം എന്താണെന്ന് വിലയിരുത്തണം അല്ലെ. എവിടെയാണ് ആ ഒരു ട്രെയിനിങ് വേണ്ടത് അല്ലെ, ആർക്കാണ് ആ ട്രെയിനിങ് വേണ്ടത്, അതിന്റെ ആ ഒരു ട്രെയിനിങ്ങിന്റെ നീഡ് വിലയിരുത്തണ്ടേ, ആവശ്യം അല്ലെ. പിന്നെ രണ്ടാമത് വരുന്നത് സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. ആ ഒരു ട്രെയിനിങ് കൊണ്ടുള്ള ലക്ഷ്യം സെറ്റ് ചെയ്യണ്ടേ, മുൻകൂട്ടി നമ്മൾ സെറ്റ് ചെയ്യണം അല്ലെ. ഏതൊരു സെക്ഷനിലാണ് അല്ലെ, അവർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത് അല്ലെ. അപ്പൊ ആ ഒരു ട്രെയിനിങ് കൊണ്ടുള്ള ലക്ഷ്യം നമ്മൾ സെറ്റ് ചെയ്യുക. അതാണ് രണ്ടാമത്തെ ഘട്ടം, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത്. മൂന്നാമത്തേത് എന്താണ്? ഡിസൈനിങ് അല്ലെ. ഡിസൈനിങ് നമ്മൾ എന്ത് ചെയ്യണം? രൂപകൽപ്പന ചെയ്യണം അല്ലെ. ഒരു ട്രെയിനിങ് എങ്ങനെയായിരിക്കണം അല്ലെ, അത് എന്തൊക്കെ മെത്തേഡ്സുകൾ യൂസ് ചെയ്യണം അല്ലെ, ഏത് രീതിയിലായിരിക്കണം നമ്മൾ ട്രെയിനിങ് നടത്തേണ്ടത്, ആരായിരിക്കണം ട്രെയിനിങ് നടത്തേണ്ടത് അല്ലെ, ട്രെയിനർ ആരാണ്, ട്രെയിനീസ് ആരാണെന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കണോ? ട്രെയിനീസ് അല്ലെ. അപ്പൊ അതാണ് ഡിസൈനിങ്ങിൽ വരുന്നത്. നാലാമത്തത് ഇംപ്ലിമെന്റേഷൻ അല്ലെ. നമ്മ ആദ്യം ആ ഒരു ട്രെയിനിങ് കൊണ്ടുള്ള
ആവശ്യം വിലയിരുത്തി. രണ്ടാമത് ആ ഒരു ട്രെയിനിങ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ, എന്തൊക്കെ മാറ്റങ്ങളാണ് ആ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാഫുകൾക്ക് ഉണ്ടാകേണ്ടതെന്ന് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്തു. മൂന്നാമത്തതിൽ അതിന് വേണ്ട കാര്യങ്ങൾ അല്ലെ, ട്രെയിനർ ആരായിരിക്കണം, ട്രെയിനീസ് ആരായിരിക്കണം, അതിനവർക്ക് ഏതൊക്കെ മെത്തേഡ്സുകൾ ഉപയോഗിക്കണം അല്ലെ, അങ്ങനെയുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തു. നാലാമത്തത് നമ്മൾ എന്ത് ചെയ്യണം, അത് നടപ്പിലാക്കണം അല്ലെ, ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ. ആ ഒരു ട്രെയിനിങ്ങിന് വേണ്ടി നമ്മ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കണം അല്ലെ, ട്രെയിനിങ് കണ്ടക്ട് ചെയ്യണം അല്ലെ, ആണോ? ട്രെയിനിങ് കണ്ടക്ട് ചെയ്യണം. അഞ്ചാമത്തെ സ്റ്റെപ്പ്, നമ്മൾ ട്രെയിനിങ് കണ്ടക്ട് ചെയ്താല് നമ്മൾ വിചാരിച്ച അത്രയും അല്ലെ അത് സക്സസ് ആയിട്ടുണ്ടോ എന്ന് വിലയിരുത്തണ്ടേ. നമ്മ ലക്ഷ്യം വെച്ച അത്രയും അല്ലെ, നമ്മൾ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവ്സിന്റെ അത്രയും നമ്മുടെ സ്റ്റാഫുകൾക്ക് ലഭിച്ചിട്ടുണ്ടോ അല്ലെ, എക്വയർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ വിലയിരുത്തണം അല്ലെ. ആ ട്രെയിനിങ് കൊണ്ട് സ്റ്റാഫുകൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ലഭിച്ചിട്ടുണ്ടോ അല്ലെ, ഗുണം ലഭിച്ചിട്ടുണ്ടോ എന്ന് വിലയിരുത്തണം. ഒരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ, ഒരു ബിസിനസ് സ്ഥാപനമായിട്ട്, ഒരു ഫേം ആയിക്കോട്ടെ, അവർ ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നടത്തുന്ന ഒരു പ്രവർത്തനമാണ് അല്ലെ, ആണോ? അപ്പൊ അവര് ചെലവഴിച്ച പൈസക്കുള്ള ഒരു മൂല്യം സ്റ്റാഫുകൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്ന് അവർ തീർച്ചയായും വിലയിരുത്തണം അല്ലെ, ആണോ? അപ്പൊ ഒരു ഏകദേശ ഐഡിയ കിട്ടിയോ? ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിനെ കുറിച്ച് ഒരു ഏകദേശ ഐഡിയ കിട്ടിയോ? ഇനി നമുക്ക് ഓരോ സ്റ്റെപ്പുകളും ഇതൊന്നും നോക്കാം കേട്ടോ. ഫസ്റ്റ് നീഡ്സ് അസസ്മെന്റ്. എന്താണ് ട്രെയിനിങ് കൊണ്ടുള്ള നീഡ് അല്ലെ, ആവശ്യം വിലയിരുത്തുന്നു. The first step in the training process is to assess the need for training the employees. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആ ട്രെയിനിങ് കൊണ്ട് നീഡ്സ് എന്താണ്, ആ എംപ്ലോയീസിനുള്ള ആവശ്യം എന്താണ് അല്ലെ, നീഡ് എന്താണെന്ന് വിലയിരുത്തലാണ്. പിന്നെ പറയുന്നത് നീഡ് ഫോർ ട്രെയിനിങ് could be identified through a diagnosis of present and future challenges and through a gap between the employees actual performance and the standard performance അല്ലെ. എന്താണ് ആ ട്രെയിനിങ് കൊണ്ട്, ആ ഒരു ട്രെയിനിങ്ങിന്റെ ആവശ്യം കൊണ്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, പരിശോധിക്കുന്നത്? പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ചലഞ്ചസ് അല്ലെ, ആ ഒരു സ്ഥാപനത്തിന്റെ ഇപ്പോൾ ഉള്ളതും ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ചലഞ്ചസിനെ കുറിച്ച് നമുക്ക് ഡയഗ്നോസിസ് നടത്താലോ. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ, രോഗനിർണയം. ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ രോഗനിർണയം എന്ന് പറഞ്ഞാൽ എന്താ, പ്രശ്നങ്ങൾ അല്ലെ, പ്രോബ്ലംസ് ആണോ അല്ലേ, മനസ്സിലായില്ലേ? നമുക്കറിയാം ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ എന്താ, പുതിയ ടെക്നിക്സുകൾ, പുതിയ മെത്തേഡുകൾ അല്ലെ. പിന്നെ അവർക്ക് എന്ത് വരും, വേറെ ആ സെയിം പ്രോഡക്റ്റ് ഉത്പാദിപ്പിക്കപ്പെടുന്ന വേറെ കമ്പനീസ് വരാലോ. അപ്പൊ അവരെന്ത് ചെയ്യണം, ഇവിടെ അവരിലും കൂടുതൽ നല്ല പ്രൊഡക്റ്റുകൾ, ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റുകൾ ചെയ്യണല്ലേ, മാനുഫാക്ചറിങ് ചെയ്യണം അല്ലേ, പല ബിസിനസ് തന്ത്രങ്ങൾ ഇവര് ഉണ്ടാക്കേണ്ടി വരും അല്ലേ. അപ്പൊ എന്താണ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ ചലഞ്ചസ് അല്ലെ, എന്താണ് ആ ഒരു സ്ഥാപനത്തിന്റെ ഇപ്പോൾ ഉള്ളതും നിലവിലുള്ളതും ഫ്യൂച്ചറിലുള്ളതും ഭാവിയിൽ വരാൻ പോകുന്നതുമായ പ്രശ്നങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ ആൻഡ് ത്രൂ എ ഗ്യാപ്പ് ബിറ്റ്വീൻ ദ എംപ്ലോയീസ് ആക്ച്വൽ പെർഫോമൻസ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് പെർഫോമൻസ്. നമുക്ക് ഒരു എംപ്ലോയീസിന്റെ ഇപ്പൊ നിലവിലുള്ള പെർഫോമൻസ് മാത്രം അവർക്ക് ഫ്യൂച്ചറിലും അവര് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോയാൽ മാത്രം മതിയോ? ഇപ്പൊ അവർ എത്രത്തോളം പ്രൊഡക്റ്റീവ് ആണോ അങ്ങനെ തന്നെ പോയാൽ മതിയോ? പോരാ അല്ലേ, അവരുടെ പോരായ്മകൾ അല്ലെ, അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കി നമ്മൾ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകാണിട്ട് അവരെ സ്റ്റാൻഡേർഡ് പെർഫോമൻസിലേക്ക് ആക്കണോ. അവരെ ആ ഒരു ഗ്യാപ്പ് അല്ലെ, ത്രൂ എ ഗ്യാപ്പ്, അതായത് അവരുടെ വിടവുകൾ എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ പ്രശ്നങ്ങൾ അല്ലെ, അവർക്ക് സ്റ്റാൻഡേർഡ് പെർഫോമൻസ് കാഴ്ചവെക്കാന് അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടെ പ്രോബ്ലംസ് മനസ്സിലാക്കാനും നമുക്ക് എന്ത് സാധിക്കുന്നുണ്ട്, ഈ ട്രെയിനിങ്ങിന്റെ നീഡ് കൊണ്ട് മനസ്സിലാക്കാൻ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ക്ലിയർ ആയോ?
ഒരു ഓർഗനൈസേഷന്റെ അല്ലെ ഇപ്പൊ നിലവിലുള്ളതും ഫ്യൂച്ചറിൽ ഭാവിയിൽ വരാനിരിക്കുന്നതുമായ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. എംപ്ലോയീസിന് അവരുടെ ആക്ച്വൽ പെർഫോമൻസിൽ നിന്ന് സ്റ്റാൻഡേർഡ് പെർഫോമൻസിലേക്ക് ആക്കാൻ അല്ലെ അവരുടെ മാക്സിമം പ്രൊഡക്റ്റിവിലേക്ക് ആകാൻ വേണ്ടി അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ അവരുടെ ഗ്യാപ്പുകൾ മനസ്സിലാക്കാനും നമുക്ക് സാധിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ്, the need assessment can be studied from two perspective. എന്താണ് നമ്മുടെ ഈ നീഡ് അസസ്മെന്റ് നമ്മുടെ ആ ട്രെയിനിങ് കൊണ്ടുള്ള ആവശ്യം നമ്മൾ അസസ് ചെയ്യുന്നത് വിലയിരുത്തുന്നത് രണ്ട് വീക്ഷണം രണ്ട് രീതിയിലാണ്. എന്തൊക്കെയാണ്? ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് അല്ലെ. ഇൻഡിവിജ്വൽ ആയിട്ടും വ്യക്തിഗതമായിട്ടും ഗ്രൂപ്പായിട്ടും അല്ലെ ഒരു കൂട്ടമായിട്ടും. ദ ഇൻഡിവിജ്വൽ അപ്പൊ ഇൻഡിവിജ്വൽ ട്രെയിനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ്? ദ ഇൻഡിവിജ്വൽ ട്രെയിനിങ് ഈസ് ഡിസൈൻഡ് ടു ഡെവലപ്പ് ദ ഇൻഡിവിജ്വൽ എഫിഷ്യൻസി വെയർ നോട്ട് പെർഫോമിംഗ് പ്രോപ്പർലി. ഒരു എംപ്ലോയി അതായത് ഒരു സ്റ്റാഫ് ഒരു ഇൻഡിവിജ്വൽ എന്താണ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അല്ലെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെക്കാൻ അവർക്കുള്ള പ്രോബ്ലംസ് അല്ലെ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ടും അതിനുവേണ്ടി നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ടും സാധിക്കുന്നു അല്ലെ. ഒരു ഇൻഡിവിജ്വലിന്റെ അല്ലെ ഇൻഡിവിജ്വൽ ട്രെയിനിങ് എന്ന് പറയാൻ എന്താ ആ ഒരു ഇൻഡിവിജ്വലിന് ബെറ്റർ പെർഫോമൻസ് കാഴ്ചവെക്കാൻ അവർക്കുള്ള പ്രോബ്ലം മനസ്സിലാക്കി അതിനു വേണ്ടി ട്രെയിനിങ്ങുകൾ കൊടുക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് ഗ്രൂപ്പ് പെർഫോമൻസ് ഗ്രൂപ്പ് training എന്ന് പറഞ്ഞാൽ എന്താ? And whereas the group training is intended to inculcate the new changes in the employees due to the changes in the organization strategy. അതായത് ആ ഒരു ഓർഗനൈസേഷൻ കൊണ്ടുവരുന്ന തന്ത്രങ്ങളിലുള്ള വ്യത്യാസം അവരുടെ ബിസിനസ് സ്ഥാപനങ്ങളിലുള്ള മൊത്തത്തിലുള്ള അവരുടെ പോളിസികളില് റൂൾസില് റെഗുലേഷൻസില് അങ്ങനെയുള്ള ആ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളിൽ വരുന്ന വ്യത്യാസങ്ങള് എന്ത് ചെയ്യണം? അവിടുത്തെ എല്ലാ എംപ്ലോയീസും പഠിക്കണം അല്ലെ. എല്ലാ എംപ്ലോയീസിനും മനസ്സിലാകണ്ടേ, അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ടേ? അപ്പൊ അതാണ് ഗ്രൂപ്പ് ട്രെയിനിങ്. ഒരു ഓർഗനൈസേഷന്റെ എന്താണ് തന്ത്രത്തിൽ അതായത് അവിടുത്തെ പെർഫോമൻസിൽ അവിടുത്തെ ഓപ്പറേഷൻസിൽ വരുന്ന മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചാണ് ഇത് ഗ്രൂപ്പ് ട്രെയിനിങ്ങില് നമ്മുടെ എംപ്ലോയീസിന് മൊത്തത്തിലുള്ള എംപ്ലോയീസിന് ട്രെയിനിങ്ങുകൾ പരിശീലനങ്ങൾ നൽകുന്നത്. ഓക്കെയാണോ? നീഡ്സ് അസസ്മെന്റ്. നെക്സ്റ്റ് deriving instructional objectives അല്ലെ എന്താണ് നമ്മൾ ഡിറൈവ് ചെയ്യാണ് അല്ലെ ട്രെയിനിങ്ങിന്റെ ലക്ഷ്യങ്ങള് ഒബ്ജക്റ്റീവ്സ് സ്ഥാപിക്കപ്പെടാൻ ഡിറൈവ് ചെയ്തെടുക്കാണ്. നെക്സ്റ്റ് ഫസ്റ്റ് നോക്കിയേ once the needs are recognized ഫസ്റ്റ് നമ്മൾ പറഞ്ഞു നീഡ്സ് അസസ്മെന്റ് അല്ലെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്തു? നമ്മുടെ നീഡ്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു അല്ലെ റെക്കഗ്നൈസ് ചെയ്തു. പിന്നെ എന്താണ്? the objectives for which the training is to be conducted and are established അല്ലെ. ട്രെയിനിങ്ങിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സ്ഥാപിക്കപ്പെടണം അല്ലെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അങ്ങനെയല്ലേ പറഞ്ഞത്? ഫസ്റ്റ് നീഡ് അസസ്മെന്റ് ചെയ്യുക, രണ്ടാമത് അതിന്റെ ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക അല്ലെ സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ് അല്ലെ. അപ്പൊ നമ്മ എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പില് നമ്മ നീഡ്സ് അസസ് ചെയ്തു അല്ലെ. നീഡ് വിലയിരുത്തിയതിന് ശേഷം നമ്മ എന്ത് ചെയ്യണം? അതിന്റെ ലക്ഷ്യങ്ങൾ ആ ട്രെയിനിങ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുക എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ ആയോ? നമ്മ സ്റ്റാഫുകൾക്ക് എന്തിനൊക്കെ കുറിച്ചാണ് അല്ലെ ട്രെയിനിങ് കൊടുക്കേണ്ടത്? The objectives could be based on the gaps seen in the training program conducted earlier and the skill set developed by the employees. നമ്മ പറഞ്ഞു അല്ലെ നമ്മ ഗ്യാപ്പ് പറഞ്ഞല്ലോ. ഗ്യാപ്പ് മനസ്സിലാക്കാം അല്ലെ എന്താണ് അവർക്ക് അപ്പൊ എന്താണ് ആ ഒരു ഗ്യാപ്പിന്റെ അടിസ്ഥാനം the objectives could be based on the gaps seen in the training program conducted earlier. നമ്മ പറഞ്ഞു ട്രെയിനിങ് വൺ സ്റ്റെപ്പ് പ്രോസസ് അല്ലാന്ന് പറഞ്ഞു അല്ലെ. ഒരു സ്റ്റെപ്പ് പ്രോസസ് ആണോ? അല്ല, കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോസസ് ആണ് അല്ലെ ഓൺഗോയിങ് പ്രോസസ് ആണ് അല്ലെ. അപ്പൊ എന്താണ് മുൻപ് നടത്തിയ ട്രെയിനിങ്ങിലുള്ള ഗ്യാപ്പുകൾ പ്രോബ്ലംസ് മനസ്സിലാക്കുക. അപ്പൊ ആ ഒരു പ്രോബ്ലംസ് മനസ്സിലാക്കുക. പിന്നെ
and skill set developed by the employees. എംപ്ലോയീസിന് എന്തൊക്കെ കഴിവുകളാണ് സെറ്റ് ചെയ്യേണ്ടത് അല്ലെ, നമ്മൾ ആർജിച്ച് ആ ട്രെയിനിങ്ങിലൂടെ ആർജിച്ചു കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് സെറ്റ് ചെയ്യേണ്ടത്, ഒബ്ജക്റ്റീവ്സ്, ട്രെയിനിങ് കൊണ്ടുള്ള ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യേണ്ടത്, നിശ്ചയിക്കേണ്ടത്. ക്ലിയർ ആയോ? ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സിൽ പറയുന്നത് എന്താ, നമ്മൾ ആദ്യം അല്ലേ ഇതിനു മുമ്പ് പ്രീവിയസ് ആയിട്ട് നടത്തിയ ആ ഒരു ട്രെയിനിങ്ങിന്റെ ഗ്യാപ്പ്, പ്രോബ്ലംസ് മനസ്സിലാക്കുക. കൂടാതെ നമ്മൾ എന്താണ്, നമ്മൊരു ട്രെയിനിങ് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം തീരുമാനിച്ചിട്ടുണ്ടായി അല്ലെ, ആ ഒരു എംപ്ലോയീസിന് ആ ഒരു ട്രെയിനിങ് കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ലഭിക്കണമെന്ന്, എന്തൊക്കെ സ്കിൽസുകൾ കിട്ടണമെന്ന് അല്ലേ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ സ്കിൽസ് ആ ഒരു ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ എല്ലാവരും? കുഴപ്പമില്ലല്ലോ ക്ലാസ്? നെക്സ്റ്റ് നമ്മൾ രണ്ടിലും പറഞ്ഞു, നീഡ്സ് അസസ്മെന്റ് പറഞ്ഞു, ഡിറൈവിംഗ് ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞു. മൂന്നാമത് വരുന്നത് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാം അല്ലെ. മൂന്നാമത്തെ സ്റ്റെപ്പ് പറയുന്നത് എന്താ, നമ്മൾ ആ ഒരു ഒബ്ജക്റ്റീവ്സിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ട്രെയിനിങ് ഡിസൈൻ ചെയ്യണം അല്ലെ, രൂപകൽപ്പന ചെയ്യണ്ടേ. അപ്പൊ നോക്കിയേ മൂന്നാമത്തെ സ്റ്റെപ്പ്, the next step is to design the training program is in the line with the set objectives അല്ലെ. നമ്മൾ ആ സെറ്റ് ചെയ്ത ഒബ്ജക്റ്റീവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, നെക്സ്റ്റ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സെറ്റ് ചെയ്ത നമ്മൾ തീരുമാനിച്ച ലക്ഷ്യങ്ങൾക്കനുസൃതമായിട്ട് എന്ത് ചെയ്യുക, ട്രെയിനിങ് രൂപകൽപ്പന ചെയ്യുക, ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ്. Every training program includes certain issues such as അല്ലെ, ഏതൊരു ട്രെയിനിങ് പ്രോഗ്രാം എടുത്താലും എന്താണ്, അവിടെ certain ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ്, പ്രോബ്ലംസ് വരുന്നുണ്ട് അല്ലെ. എന്താണ്, ട്രെയിനീസ് അല്ലെ, ആരായിരിക്കണം പരിശീലകല്ലേ, ആരായിരിക്കണം ട്രെയിനീസ്, ട്രെയിനേഴ്സ് അല്ലെ, ആരെയായിരിക്കണം പരിശീലിപ്പിക്കേണ്ടത് അല്ലെ. വാട്ട് മെത്തേഡ് ആർ ടു ബി യൂസ്ഡ് ഫോർ ട്രെയിനിങ് അല്ലെ, ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ എന്ത് മെത്തേഡ് ഉപയോഗിക്കണം, ഡെമോ ചെയ്യണോ അല്ലെ, സൂപ്പർവിഷൻ ചെയ്യണോ അല്ലെ, അങ്ങനെയുള്ള മെത്തേഡുകൾ, ഏത് മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ച് പ്രോബ്ലംസ് വരാറുണ്ട്. വാട്ട് വിൽ ബി ദ ലെവൽ ഓഫ് ട്രെയിനിങ് അല്ലെ, ആ ഒരു ട്രെയിനിങ്ങിന്റെ ലെവൽ എത്രയാ, മാക്സിമം ആയിരിക്കണോ, മിനിമം ആയിരിക്കണോ, അങ്ങനെയുള്ള ഒരു പ്രോബ്ലംസ് വരുന്നുണ്ട്. എക്സിട്ര എക്സിട്ര അങ്ങനെ കുറച്ച് പ്രോബ്ലംസ് വരുന്നുണ്ട് അല്ലെ. ഓൾസോ പിന്നെ നമ്മൾ വേറെ പ്രോബ്ലംസ് പറയാമോ നിങ്ങൾക്ക്, എവിടെ കണ്ടക്ട് ചെയ്യണം അല്ലെ, അതിനെ കുറിച്ച് പ്രോബ്ലംസ് വരാറുണ്ടോ, എവിടെ കണ്ടക്ട് ചെയ്യണം അല്ലെ, ആ ഒരു ഓർഗനൈസേഷന്റെ ഉള്ളിൽ വെച്ച് വേണോ അല്ലെ, അതെങ്കിൽ പുറത്ത് കൊടുക്കണോ അല്ലെ. അപ്പൊ അങ്ങനെ പല പ്രോബ്ലംസ് വരുന്നുണ്ട് അല്ലെ. അപ്പൊ പിന്നെന്താണ്, also the comprehensive action plan is designed that include the content material, learning theories, instructional design and other training requisites അല്ലെ. എന്താണ്, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട എന്താണ് ഒരു കോംപ്രഹെൻസീവ് പ്ലാൻ അല്ലെ, ഒരു സമഗ്രമായിട്ടുള്ള ഒരു പ്ലാൻ അതെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലെ, രൂപകൽപ്പന ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്, കണ്ടന്റ് മെറ്റീരിയൽസ് അല്ലെ, എന്തൊക്കെ മെറ്റീരിയൽസ് ഉപയോഗിക്കണം അല്ലെ. മെറ്റീരിയൽസ് ചിലപ്പോ നമുക്ക് സ്ക്രീനിലിട്ട് കാണിച്ചു തരാറുണ്ടല്ലോ, സ്ക്രീനിലിട്ട് കാണിച്ചു തരാറുണ്ട് അല്ലെ. അതല്ലെങ്കിൽ എന്താണ്, ഡെമോ പോലെ ഒരു ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവന്ന് നമുക്ക് കാണിച്ചു തരാറില്ലേ, നമ്മൾ ഇത് അങ്ങനെ കാണിച്ചു തരും അല്ലെ. ആ ഒരു ഒബ്ജക്റ്റീവ്സ് കൊണ്ടുവന്ന് ഒബ്ജക്റ്റീവ് വസ്തുനിഷ്ഠമായി നമുക്ക് കാണിച്ചു തരും അല്ലെ. പിന്നെ എന്താണ്, ലേണിംഗ് തിയറീസ് അല്ലെ, ലേണിംഗ് ബൈ ഡൂയിങ്, ഡെമോൺസ്ട്രേഷൻ അല്ലെ, അങ്ങനെയുള്ള പല മെത്തേഡ്സുകൾ ഉപയോഗിക്കുന്നില്ലേ. അങ്ങനെയുള്ള ലേണിംഗ് തിയറീസ് ഏതായിരിക്കണം, ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ അല്ലെ, അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രക്ഷൻ നിർദ്ദേശങ്ങൾ എങ്ങനെയായിരിക്കണം, ലെക്ചറിങ് ആയിരിക്കണം അല്ലെ.
അപ്പൊ അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ ഡിസൈൻ എങ്ങനെയായിരിക്കണം, എന്താ അതർ ട്രെയിനിങ് റിക്വസൈറ്റ്സ് അല്ലെ, അതുമായി ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യണം, ഈ നമ്മൾ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ, നമ്മൾ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിന് വേണ്ടി രൂപകൽപ്പന ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമുക്ക് കോച്ചിങ് തരാറുണ്ട് അല്ലെ, കോച്ചിങ് തരാറുണ്ട്, സൂപ്പർവിഷൻ തരാറുണ്ട് അല്ലെ, പല മെത്തേഡുകളിൽ റോൾ പ്ലേയിങ് മെത്തേഡുകളിലൂടെ നമുക്ക് കാണിച്ചു തരാറുണ്ട് അല്ലെ, ലെക്ചർ മെത്തേഡ് ഉണ്ട്, കോൺഫറൻസ് ഉണ്ട് അല്ലെ, പല രീതിയിൽ നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട് അല്ലെ, ട്രെയിനിങ്ങുകൾ നടത്താറുണ്ട്. അപ്പൊ ഏതൊക്കെ മെത്തേഡ്സുകൾ യൂസ് ചെയ്യണം അല്ലെ, ഏതൊക്കെ തിയറീസ് നമുക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടി ഏതൊക്കെ തിയറീസ്, ലേണിംഗ് ബൈ ഡൂയിങ് വേണോ, ആക്ടിവിറ്റി വേണോ അല്ലെ, അപ്പൊ ഏതൊക്കെ മെത്തേഡ്സുകൾ ഉപയോഗിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ട്രെയിനിങ് ഡിസൈൻ ചെയ്യുമ്പോൾ, രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ ആണോ എല്ലാവരും? മ്യൂട്ട് മാറ്റാണ്. നിങ്ങൾ ഓക്കെ ആണോ? ഓക്കെ ആണെന്ന് പറഞ്ഞു തന്നെയാണ് മിസ് എടുത്തു പോയത് കേട്ടാ. മിസ് ഇടയിൽ സ്റ്റോപ്പ് ചെയ്യാം, 5 മിനിറ്റ് മുമ്പ് നിർത്താതെ ക്ലാസ് എടുത്തു പോയത്, അതുകൊണ്ടാണ് മിസ് മ്യൂട്ട് മാറ്റിയിട്ടുണ്ട്. ക്ലാസ് എങ്ങനെയുണ്ട്? അങ്ങനെ തന്നെ എടുത്താൽ മതിയോ? ക്ലിയർ ആവുന്നുണ്ടോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഓക്കെയാണ്. ഓക്കെയാണ്. ഓക്കെയാണ് മാം. ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ഡൗട്ട്സ് ഒന്നും എല്ലാവർക്കും? ഇല്ല. മിസ് ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.